സാർ നമസ്കാരം. വ്യവസായ നിക്ഷേപ സംസ്ഥാനമാണ് കേരളം എന്നാണ് പറയുന്നത്. പക്ഷെ ഹമാസിനെ അനുകൂലിക്കുന്ന കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരെങ്കിലും തയ്യാറാകാൻ സാധ്യതയുണ്ടോ? നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കഴുതയെ കെട്ടിയിട്ട് ഒരു മത്സരം നടത്തി. മത്സരം ഇതായിരുന്നു: ഈ കഴുതയുടെ ചുറ്റും നിന്ന് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി കഴുതയെ അവിടെ നിന്ന് അനക്കണം. അപ്പോൾ ധാരാളം പേര് വന്ന് മത്സരത്തിൽ പങ്കെടുത്തു. വെടി പൊട്ടിച്ചു നോക്കി, കഴുത അനങ്ങിയില്ല. ഒരു മത്സരാർത്ഥി വന്ന് കഴുതയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഈ കഴുത അവിടുന്ന് കയറും പൊട്ടിച്ചു കുറ്റിയും പൊട്ടിച്ചു ഓടി തമിഴ്നാട്ടിൽ പോയിട്ടാണ് നിന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മത്സരത്തിൽ ജയിച്ച ആളിനോട് ചോദിച്ചു എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴുതയുടെ ചെവിയിൽ ചോദിച്ചു കേരളത്തിലൊരു വ്യവസായം തുടങ്ങാമോ. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ ആരെങ്കിലും കേരളത്തിനെ ഇകഴ്ത്തി കാണിക്കാനുണ്ടാക്കിയ കഥയാവാം ഇത്. ഇതായിരുന്നു നമ്മുടെ കേരളത്തിനെ കുറിച്ചുണ്ടായിരുന്ന പൊതുവെ ഉണ്ടായിരുന്ന ഇന്നത്തെ രീതി പറഞ്ഞ ട്രോള്. അപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ അങ്ങ് ചോദിച്ച ചോദ്യം, ഹമാസിനെ അനുകൂലിച്ചാൽ ഇവിടെ വ്യവസായം വരുമോ എന്നുള്ളത് അല്ലേ? ഹമാസ് എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടന ഇപ്പോഴും ഇസ്രായേലികളെ തടങ്കലിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ആ സംഘടനയെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടവും വ്യവസായ മന്ത്രിയൊക്കെ ആവാം ഇതല്ലേ. അവർ ഇന്ന് ദാവോസിലൊക്കെ ചെന്ന് വ്യവസായികളെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിസ്ഥിതികളെക്കുറിച്ച് അവർ പഠിക്കും. അപ്പോൾ ഇങ്ങനെ തീവ്രവാദ സംഘടനകളൊക്കെ അനുകൂലിക്കുന്ന ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വ്യവസായം വരുമോ എന്നുള്ള ചോദ്യം അപ്രസക്തമല്ല. ഞാൻ അതിന് മുമ്പിനായിട്ട് വരുമ്പോഴേ നമ്മളിപ്പോൾ എറണാകുളത്തൊരു ബിസിനസ് സമ്മിറ്റ്, നമ്മുടെ ലുലു മുതലാളിയുടെ കൺവെൻഷൻ സെൻറ്ററിൽ ഒരു ബിസിനസ് സമ്മിറ്റ് നടക്കുകയുണ്ടായില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ഒരു വേൾഡ് എക്കണോമിക് ഫോറം നടന്നു. അവിടെ കേരളത്തിൽ നിന്ന് വ്യവസായ മന്ത്രി, ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, വ്യവസായ സെക്രട്ടറി ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥന്മാർ 10 കോടി രൂപ മുടക്കി അവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് നമ്മൾ ധാരാളം വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുന്നതായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. ഏകദേശം 20 ലക്ഷം കോടി രൂപയുടെ MOU പല സംസ്ഥാനങ്ങളുമായിട്ട് അവിടെ അവർ സൈൻ ചെയ്തു. അതിലേറ്റവും കൂടുതൽ MOU സൈൻ ചെയ്തു വന്ന മുഖ്യമന്ത്രി ഫട്നാവിസാണ്, മഹാരാഷ്ട്രയുടെ. 15 ലക്ഷം കോടി രൂപയുടെ MOU സൈൻ ചെയ്തു അദ്ദേഹം. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ എനർജി, സസ്റ്റൈനബിൾ എനർജി, ഇത്തരം മേഖലകളിലാണ് MOU സൈൻ ചെയ്തത്. ഫട്നാവിസ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ CEO പോലെ, ചീഫ് എക്സിക്യൂട്ടീവിനെ പോലെ പെരുമാറാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. പിന്നെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു, അദ്ദേഹവും ഭാരതത്തിനെ ഒരു IT ഹബ്ബാക്കി മാറ്റിയ മുഖ്യമന്ത്രിയാണ്. ഹൈദരാബാദിനെ സൈബറാബാദ് എന്നുള്ള നിലയിലേക്ക് ഉയർത്തിയ ആളാണ്. അദ്ദേഹമാണ് പങ്കെടുക്കുന്നത്. പിന്നെ രേവന്ത് റെഡ്ഡി. ഇവർക്ക് ഉത്തർപ്രദേശിന് 4000 കോടി രൂപയുടെ MOU സൈൻ ചെയ്തു ദാവോസിൽ. നമുക്ക് MOU ഒന്നും കിട്ടിയില്ല. നമ്മുടെ വ്യവസായ മന്ത്രിയുമായിട്ട് ധാരാളം ഇൻ്റർവ്യൂ ദാവോസിൽ വെച്ച് നടന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് 1 വർഷം കൊണ്ട് 1 ലക്ഷം എൻ്റർപ്രൈസസ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചു. ഞങ്ങൾ 7 മാസം കൊണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പം അത് എന്ത് എൻ്റർപ്രൈസാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു എൻ്റർപ്രൈസിൽ ഒരു 5 പേർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം പേർക്ക് ജോലി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 5 ലക്ഷം ഈ PF എൻറോൾമെൻറ്റും ESI എൻറോൾമെൻറ്റും നടക്കണം. അപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങിയെന്ന് അറിയാനുള്ള പെട്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്, ഗവൺമെൻറ്റൽ ഇൻഡെക്സാണ് ESI എൻറോൾമെൻറ്റും PF എൻറോൾമെൻറ്റും. അപ്പോൾ ഇവിടെ ആരെങ്കിലും വ്യവസായ സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ട് PF എൻറോൾമെൻറ്റ്, PFൽ ആളിനെ ചേർത്തിട്ടുണ്ടോ, ESIൽ ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഈ അവകാശവാദങ്ങളുടെ കുറച്ചെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇദ്ദേഹം നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാനം ഉൽപ്പാദന പ്രക്രിയയ്ക്ക്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് ചേർന്നതല്ല. അത് വസ്തുതാപരമായി തെറ്റാണ്. കേരളത്തിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ധാരാളം ഉണ്ടായിരുന്നു. പുനലൂർ പേപ്പർ മില്ല് എന്താണ് സംഭവിച്ചത്? കുണ്ടറ സെറാമിക്സ്, കുണ്ടറ സ്റ്റാർച്ച് ഫാക്ടറി, കൊല്ലത്തെ ലോകപ്രശസ്തമായ കശുവണ്ടി ഫാക്ടറികൾ, കാഷ്യൂ ഇൻഡസ്ട്രി എല്ലാം ഫാക്ടറികളായിരുന്നു. ആലപ്പുഴയിലെ കയർ ഫാക്ടറികൾ എന്താണ് സംഭവിച്ചത്? ആലപ്പുഴയിലെ ഗ്ലാസ് ഫാക്ടറി ആരാണ് പൂട്ടിച്ചത്? എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിത്ര മിൽസ്, അശോക മിൽസ്, ചാക്കോള മിൽസ് ആര് പൂട്ടിച്ചു? എങ്ങനെയാ സ്ഥാപനങ്ങളില്ലാതായി? തോഷിബാനന്ദിന് എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ട്രാവൻകൂർ കെമിക്കൽസ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്, അതിനെന്ത് സംഭവിച്ചു? കൊരട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകോത്തരങ്ങളായ ടെക്സ്റ്റൈൽസ് നാരുകൾ ഉണ്ടാക്കുന്ന കൊരട്ടി ഒരു മില്ലുണ്ടായിരുന്നു, പിന്നെ മധുര കോട്ട്സ്. അത് ബ്രിട്ടീഷ് മാനേജ്മെൻറ്റ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷനൊക്കെ ഉള്ള ഒരു സ്ഥാപനമായിരുന്നു. അത് ആര് പൊട്ടിച്ചു? അതിന്ന് മധുരയിലുണ്ട്. മധുര വൈഗൈ ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൂയി ഫിലിപ്പ് ഷർട്ടൊക്കെ അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മധുര കോട്ട്സ് അവിടെ പോയി, മാവൂർ ഗോളിയർ റയോൺസ് അവിടെ പോയി. അപ്പോൾ കേരളത്തിൽ ഉൽപ്പാദനം നടക്കില്ല എന്ന് പറയുന്നത് ആ വാദം തീർത്തും ശരിയല്ല. ഇവിടെ ഉൽപ്പാദനം പറയും. ഒരു സംസ്ഥാനം വ്യവസായവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ ഫാക്ടറീസ് ആക്ട് 1948 കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. അല്ല നമുക്കിവിടെ കേരളത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം കാണുന്നത് എന്താണ്? ചില പ്രശസ്തങ്ങളായ തുണിക്കടകൾ, പ്രശസ്തങ്ങളായ ജുവലറികൾ, ആ ജുവലറി നടത്തുന്ന കുടുംബങ്ങളും അവരുടെ പേരുകളും നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെയല്ലേ വരുന്നത് ഇല്ലേ? പിന്നെ കുറച്ച് പ്രശസ്തങ്ങളായ ഓട്ടോമൊബൈൽ ഡീലേഴ്സും. കാര്യം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വാങ്ങിക്കുന്നവരാണ്.
നമ്മുടെ ഉപഭോഗ സംസ്ഥാനമായ കാരണം. വാഹനങ്ങൾ നടത്തുന്ന ഓട്ടോമൊബൈൽ ഡീലേഴ്സ്. പിന്നീട് നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത കാലത്തായിട്ട് ഷോപ്പിംഗ് മാളുകൾ വന്നിട്ടുണ്ട്. ഷോപ്പിംഗ് മാളിൽ എന്താ സംഭവിക്കുന്നത്? ഷോപ്പിംഗ് മാളുകൾ എന്ന് പറഞ്ഞ ഒരു കെട്ടിട സമുച്ചയമാണ്. ലോകോത്തര ബ്രാൻഡഡ് സാധനങ്ങൾ സാമഗ്രികൾ വിൽക്കാനുള്ള ഒരു കെട്ടിട സമുച്ചയം. 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വാച്ചുകൾ വാങ്ങാൻ, അല്ലെങ്കിൽ വജ്രാഭരണങ്ങൾ വാങ്ങാൻ, അല്ലേ, ഏറ്റവും വില കൂടിയ പാദരക്ഷകൾ വാങ്ങാൻ ആ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളവർക്കാണ്. പിന്നെ സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ അവിടെ ഒരു ശീതീകരിച്ച പച്ചക്കറി കട കാണും, അല്ലേ. അവിടെ പോകാൻ നമുക്ക് വണ്ടിയുടെ പാർക്കിംഗ് ചാർജസ് ഒക്കെ കൊടുത്ത് അവിടുത്തെ പാർക്കിംഗ് ചാർജസ് തന്നെ 2 രീതിയിലുണ്ട്. 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. 4 ലിറ്റർ പെട്രോളിൻ്റെ പൈസ ഒന്നുമില്ല, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ പാർക്ക് ചെയ്തോളും. മറ്റ് ഈ പാർക്കിംഗ് സ്ഥലത്ത് കുറേ എംപ്ലോയ്മെൻറ്റ് കാണാറുണ്ട്. നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ വരുന്ന കുറേ കുട്ടികളെ കാണാറുണ്ട്. അവിടെയൊക്കെ ഒരു സസ്റ്റൈനബിൾ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത്. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ആ വ്യവസായ സ്ഥാപനത്തിൽ കിട്ടുന്ന തൊഴിലിന് തുല്യമാണോ ഇത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലുകൾ, അല്ലേ? നമ്മളിതൊക്കെ വസ്തുതകൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. സാർ, ഇതുപോലെ തന്നെയാണ് ഈ നോക്കുകൂലി. ഈ നോക്കുകൂലി കൊണ്ടാണ് കുറേ ആളുകൾ വ്യവസായം തന്നെ ഉപേക്ഷിച്ച് പോകുന്നത്. നമ്മൾ ഈ വീട് പണിക്കൊക്കെ സത്യത്തിൽ ഈ രാത്രിയൊക്കെ ഈ നോക്കുകൂലിക്കാരെ പേടിച്ച് പാതിരാത്രിയൊക്കെ ആളനക്കം ഇല്ലാതെ കൊണ്ടുവന്ന് ഇറക്കുന്ന ആളുകളുണ്ട്. കാരണം ഇവർ ചോദിക്കുന്ന നോക്കുകൂലികളൊന്നും നമുക്ക് വെറുതെ നോക്കി നിന്നാലും കൂലി കൊടുക്കണം. അതാണ് അവസ്ഥ. ഇത്തരക്കാരും കൂടിയല്ലേ ഈ വ്യവസായത്തെ, അപ്പം ഇതും തീർക്കേണ്ട കാര്യങ്ങളല്ലേ? നോക്കുകൂലി 5 മണിക്ക് ശേഷമാണെങ്കിൽ നോക്കുകൂലി ഓവർ ടൈമായിട്ട് കൊടുക്കണമെന്നൊരു പറയുന്നത് കേൾക്കാം. ഇരട്ടി ചാർജ് കൊടുക്കണം. കാര്യം ഒരു 5 മണിക്ക് ശേഷം നോക്കി നിൽക്കുന്നതിന് ഇരട്ടി ചാർജ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ 1978 ഒരു കേരളത്തിലെ ഹെഡ് റോഡ് വർക്കേഴ്സ് ആക്ട് 1978 എന്നൊരു നിയമമുണ്ട്. അതായത് ചില പ്രത്യേക പ്രദേശങ്ങളെ ഹെഡ് റോഡ് വർക്കർ അതിനെ നോട്ടിഫൈ ചെയ്യും. ആ സ്ഥലങ്ങളിൽ കയറ്റിറക്ക് ചെയ്യുന്നതിന് പ്രത്യേക കയറ്റിറക്ക് തൊഴിലാളികൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനൊരു നിയമം ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഹെഡ് റോഡ് വർക്കേഴ്സ് ആക്ട് 1978 പ്രദേശങ്ങളെ നോട്ടിഫൈ ചെയ്യും, ഗവൺമെൻറ് പ്രഖ്യാപിക്കും. ഈ സ്ഥലങ്ങളിൽ കയറ്റിറക്ക് ഇറക്കുമതി നടത്തുന്നതിനുള്ള അവകാശം ഈ ലൈസൻസ് ഉള്ള ചുമട്ടുള്ള തൊഴിലാളികൾക്ക് മാത്രമാണ്. കേരളത്തിൽ അത് മോശമായ ഒരു പേര് അറിയപ്പെടുന്നത് അട്ടിമറിയുന്നു, അല്ലേ. അപ്പം ഈ ചില സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി മറ്റും അവർക്ക് ഇറക്കുമതി ചെയ്യാൻ കയറ്റിറക്കി ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഇറക്കാൻ അവർ സമ്മതിക്കും. അതിന് പകരം അവർക്ക് നോക്കുകൂലി കൊടുക്കണം. നോക്കുകൂലി, അപ്പോഴാണ് ഈ നോക്കുകൂലി വന്നത്. ഈ ഇറക്കുന്ന ജോലി 5 മണിക്ക് ശേഷം തുറന്നു കഴിഞ്ഞാൽ നോക്കുകൂലി ഇരട്ടി ചാർജ് ഓവർ ടൈം മേടിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ നോക്കുകൂലി കേരളത്തിൻ്റെ ഒരു വലിയ ശാപം. ഇപ്പോൾ അത് അധികം പറഞ്ഞു കേൾക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഒരു വ്യവസായി എന്നറിയപ്പെടുന്ന ഒരാളാണ് ശ്രീ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി. അദ്ദേഹം സ്വന്തമായിട്ട് ലോറിയിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നത് സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ നോക്കുകൂലി പ്രശ്നം കാരണം, ഇല്ലേ. ഇപ്പോൾ കേരളത്തിൽ വ്യവസായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ശ്രീ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, അണ്ണ അലുമിനിയം, കിറ്റക്സ് സ്ഥാപനമൊക്കെ. അദ്ദേഹം ഇവിടുന്ന് വ്യവസായമായിട്ട് ഓടി രക്ഷപ്പെട്ട ആളല്ലേ. അതായത് ഇവിടെ കാലഹരണപ്പെട്ട ധാരാളം തൊഴിൽ നിയമങ്ങളുണ്ട്. അത് കേരള സംസ്ഥാനത്തിന് കുഴപ്പമില്ല. 1948 ഫാക്ടറീസ് ആക്ട്, 36 പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, 1923 വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്, ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഈ ആക്ടുകളൊക്കെ വെച്ച് ഒരു സ്ഥാപനം പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് പൂട്ടിക്കാൻ പറ്റും. അപ്പോൾ ഈ കിറ്റക്സ് സാബ് പറയുന്ന 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ 11 ഇൻസ്പെക്ഷനാണ്. 11 ഗവൺമെൻറ് ഏജൻസികൾ വന്ന് ഇൻസ്പെക്ട് ചെയ്യുകയാണ് പീഡനത്തിൻ്റെ ഭാഗമായിട്ട്. മനസ്സിലായത് വ്യവസായ സൗഹൃദമല്ല. ഇപ്പോൾ നമ്മൾ വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിന് ഒരു അവാർഡ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ശ്രീ ആന്തൂർ സാജൻ്റെ ആത്മാവ് അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും, അല്ലേ. ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനമായ സ്ഥിതിക്ക് നമുക്ക് ഈ പാർട്ടിയും ഇവിടെ ഭരിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി ഉത്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ മകൾ എന്തുകൊണ്ട് കർണാടകത്തിൽ പോയി ബിസിനസ് തുടങ്ങി? ഇത്രയും വ്യവസായ സൗഹൃദ സംസ്ഥാനമാകുമ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന IT കമ്പനി കേരളത്തിൽ സ്ഥാപിച്ചുകൂടെ, അല്ലേ. അപ്പോൾ അവരെയൊക്കെ കൺവിൻസ് ചെയ്യണ്ടേ നമ്മൾ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് പറഞ്ഞത് ഒന്നുമില്ല സ്ഥാപനങ്ങളിലോട്ട് മാറ്റി സ്ഥാപിക്കണ്ടേ, അല്ലേ. അതൊക്കെ പൊതുജനം പബ്ലിക് ഡൊമൈനിൽ ചർച്ച ചെയ്യട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതെ, ഇതൊരു വലിയ ഇൻഫർമേഷൻ ആണ്. കോടികൾ ചിലവാക്കി വ്യവസായ നിക്ഷേപ എന്ന് പറഞ്ഞ് കുറേ ആളുകളെ വിളിക്കുന്നു, കുറേ സംസാരിക്കുന്നു, കുറേ കോടികൾ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചിലവാക്കുന്നു. തിന്നും കുടിച്ചും സർക്കാർ അതിനെ വലിയ ആഘോഷമാക്കുന്നു. പിന്നീട് അടുത്ത വർഷം ഇതുപോലൊരു നിക്ഷേപ സൗഹൃദമൊന്നും പറഞ്ഞ് വീണ്ടും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വെച്ച് ഏതെങ്കിലും ഒരു കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഇത്തരം പരിപാടികൾ കൂടുന്നു, എന്തൊക്കെയോ പറയുന്നു, നാട്ടുകാർക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സാറിനെ പോലെ അത്രത്തോളം ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. സാധാരണക്കാർക്ക് ഇത് എന്ത് മനസ്സിലാകാനാണ്? നമ്മൾ ഈ സമ്മിറ്റ് നടക്കുന്നത് ഫെബ്രുവരിയിലല്ലേ, ഒരു പക്ഷേ ഡിസംബറിലാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്മാർട്ട് സിറ്റി എറണാകുളത്ത് കൊട്ടിക്കൊഴിച്ചു 2004 99,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ദുബായ് ബേസ്ഡ് ടീകോം കമ്പനി ഇവിടെ വന്ന് അവരുടെ 84% ഷെയർ ക്യാപിറ്റലോടുകൂടി അവർ തുടങ്ങിയ സ്ഥാപനമാണ്. അവർ 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ IT കമ്പനി സ്ഥാപിക്കുന്നായിരുന്നു. 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ IT കമ്പനികൾ വരും. അത്രയും തന്നെ അതിനനുബന്ധിച്ച് വാണിജ്യ സമുച്ചയം വരുന്നു, പിന്നെ താമസ സൗകര്യം വരുന്നു, റെസിഡൻഷ്യൽ ഏരിയ വരുന്നു. അങ്ങനെ വലിയൊരു ഫുൾ ഫ്ലെഡ്ജിൻ്റെ ലോകോത്തര സിലിക്കൺ വാലിയിൽ ഇതുപോലെ
ഒരു IT സമുച്ചയം വരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പോൾ അവർ ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അവർ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു. അവർ പറയുന്ന അതിൻ്റെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് 10 കത്തുകളോ മറ്റോ കേരള ഗവൺമെൻറ് എഴുതി കരാർ നിയമനങ്ങളിൽ ഗവൺമെൻറ് ലംഘിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ലംഘനം ഒക്കെ തുടർന്ന കാരണം അവരോട് വൈൻഡപ്പ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരു സൗകര്യമുണ്ട്. അവർക്കൊരു കോമ്പൻസേഷൻ അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അവർ വൈൻഡപ്പ് ചെയ്ത് പോയപ്പോൾ അവർക്ക് ഏതെങ്കിലും എഗ്രിമെൻ്റ് ഒരു ക്ലോസ് ഇൻവോക്ക് ചെയ്ത് ഒരു കോമ്പൻസേഷൻ അങ്ങോട്ട് കൊടുക്കാൻ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അവിടെ സ്മാർട്ട് സിറ്റി അതിൻ്റെ മെയിൻ 84% ഷെയറുള്ള പങ്കാളി പിൻവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സമ്മിറ്റുകൾ നടത്തുന്നത്, നമ്മൾ ഈ മീറ്റിംഗ് മിനിറ്റ്സ്, കോൺക്ലേവ്, റോഡ് ഷോ, ചർച്ച, ഇതല്ലാതെ ടാഞ്ചിബിളായിട്ട് നമ്മൾ ബിസിനസ് നടക്കുന്നുണ്ട്. ഈ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു, രോഗി മരിച്ചുപോയി എന്ന് പറഞ്ഞ പോലെ നമ്മൾ വലിയ സമ്മേളനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്, കോൺക്ലേവുകൾ നടക്കുന്നുണ്ട്, സെമിനാർ നടക്കുന്നുണ്ട്, പേപ്പർ പ്രസൻറ്റേഷൻ നടക്കുന്നുണ്ട്. ഈ ദാവോസിൽ വെച്ച് ചീഫ് സെക്രട്ടറി ഉണ്ട്, നമ്മുടെ ചീഫ് സെക്രട്ടറി അവിടെ പങ്കെടുക്കുന്നു. ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു, അങ്ങ് അടുത്ത ദാവോസ് മീറ്റിങ്ങിന് വരുമ്പോൾ എന്തെല്ലാം കേരളത്തിൽ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തെല്ലാം പറയുമെന്ന് ചോദിച്ചു. അപ്പം ചീഫ് സെക്രട്ടറി ഉടനെ പറഞ്ഞു, ഞാൻ റിട്ടയർ ആകാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സിനിമയുണ്ട്, ഈ കുതിരോട്ടം പപ്പു ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഫോൺ എടുക്കും, റിട്ടയർ ആകാൻ പോകുന്ന SI സ്പീക്കിംഗ് എന്ന് പറഞ്ഞു. ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കരുത്, അങ്ങനെ ഒരു കോമഡി റോളുണ്ട്, റിട്ടയർ ആകാൻ പോകുന്ന SI സ്പീക്കിംഗ് എന്ന് പറഞ്ഞു. ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള അത്തരം ആൻസറുകളൊക്കെയാണ് ഗ്ലോബൽ എക്കണോമിക് ഫോറത്തിലൊക്കെ നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞു. അപ്പം നമ്മുടെ വ്യവസായം തീർച്ചയായിട്ടും വരണം. കാരണം നമുക്ക് പാലക്കാട്ട് ITI ഉണ്ട്, IIT സ്ഥാപിച്ച്, കേന്ദ്ര ഗവൺമെൻറ് IIT സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 170 വലിയൊരു ഏക്കറിലെ ഇൻഡസ്ട്രിയൽ സിറ്റി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിക്കുന്നു, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ വ്യവസായം അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകണം. അതിന് ഒരു ദോഷകരമായ ഒരു ഘടകം ഇപ്പോൾ ഉള്ളത്, ഈ തമിഴ്നാട്ടിൽ വ്യവസായങ്ങൾ ധാരാളമുണ്ട്, അവിടെ വ്യവസായം നല്ല രീതിയിൽ പോകണം. പക്ഷേ അവിടെ CITU സമരം തുടങ്ങി സാംസങ് കമ്പനി പൂട്ടാൻ പോവുകയാണ്. CIT യൂണിയനാണ്. അപ്പം അവിടെ ഒരു സാംസങ് കമ്പനി വിട്ടുവീഴ്ചയ്ക്ക് അല്പം പോലും തയ്യാറല്ല. അവർ പറഞ്ഞത് സമരം തുടർന്നു കഴിഞ്ഞാൽ അവർ സ്ഥാപനം പൂട്ടിപ്പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ CITUവിന് അവിടെ ഭരണമൊന്നുമില്ല, ഭരണകക്ഷിയിലല്ല. അപ്പം അത് അടുത്ത സംസ്ഥാനത്ത് വ്യവസായം വരണമെങ്കിൽ എല്ലാവരെയും വ്യവസായ സൗഹൃദമായിട്ട് പെരുമാറാൻ ഉത്തരവാദിത്ത ബോധമുള്ള, ഈ അവകാശങ്ങൾ മാത്രം പറയാതെ കർത്തവ്യബോധമുള്ള ജീവനക്കാരായിട്ടൂടെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ വ്യവസായം വരൂ. എല്ലാം നല്ലത് വരട്ടെ, വ്യവസായം കൂടുതൽ കേരളത്തിൽ വരട്ടെ. തീർച്ചയായിട്ടും.